നമ്മളിന്ന് ആലൂക്ക പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം വേണം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം നമ്മൾ സ്റ്റവ് കത്തിക്കുന്നു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ആദ്യം നമുക്ക് ജീരകം ഇടാം. ജീരകം ഇട്ടു. ജീരകം ഇട്ടതിന് ശേഷം നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില. സവാളയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. അതിന് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒന്ന് കുത്തി പൊടിച്ചെടുക്കുന്നതൊന്ന് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റൈലാണ് മല്ലിയില ചേർക്കുന്നത്. മല്ലിയില ചേർത്തു. നല്ലവണ്ണം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അവിടെ പാകമായി കഴിഞ്ഞു. ഇത്രയും ആയാൽ മതി. 2 കപ്പ് ആട്ടപ്പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് കപ്പിനാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് നല്ലോണം കുഴച്ച് വെച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടി കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് കുഴയ്ക്കരുത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ കുഴയ്ക്കണം. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്, അതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പരത്തി അതിൻ്റെ അകത്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പരത്തി കഴിയുമ്പോൾ ഈ കറിയുടെ കൂട്ടെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല, നെയ്യിലായാലും കുഴപ്പമില്ല, എന്ത് എണ്ണയിലും നമുക്കിത് ഉണ്ടാക്കാം. അതിന് തന്നെ എണ്ണ നിറവിട്ടൊന്ന് പരത്തുക, അതൊക്കെ പരത്തിയെടുക്കുക. അതിനുശേഷം ഈ കറിയുടെ കൂട്ട് നമുക്കിതിനകത്തേക്ക് വയ്ക്കാം. കറിയുടെ കൂട്ട് വെച്ച് സൈഡ് ഇങ്ങനെ ഒതുക്കിയെടുക്കണം. കുറച്ചും കൂടെ എണ്ണ അതിനകത്ത് വയ്ക്കാം. വളരെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കുക, അധികം അമർത്തരുത്. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
പൊറോട്ട റെഡിയായി. ആലൂക്ക പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആലൂക്ക പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.